Hi, I'm Seema and welcome to Seema's Cozy Heaven. നല്ല രുചിയുള്ള ഒരു സ്പെഷ്യൽ മീറ്റ് കട്ട്ലറ്റ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 300 ഗ്രാം ഇറച്ചി, ഉപ്പും ഒരു അര ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം, വറ്റിച്ചെടുക്കണം. ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വലിയ ഉള്ളി വലുത് 2 എണ്ണം, ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ പീസ്, ഗാർലിക് ഒരു 6 ക്ലോവ്സ് അല്ലികൾ, പച്ചമുളക് ഒരു 5 എണ്ണം, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും എല്ലാം മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചതച്ച മസാല ഇട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് തീ ആകരുത്, ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കണം. ഒരു ട്രാൻസ്പാരൻറ്റ് കളറായിരിക്കണം, ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിക്കൂട്ട്, മിൻസ്ഡ് ഇറച്ചി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ മസാലയും പരണ്ടിരിക്കണം ആ ഇറച്ചിയിൽ. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർക്കാം. ഇപ്പം മല്ലിയില, പുതിന ഇല ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിൽ ഗരം മസാലയോ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല. തീ ഓഫ് ചെയ്തിട്ട് കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർക്കാം. ഞാൻ 300 ഗ്രാം കിഴങ്ങ യൂസ് ചെയ്തേക്കുന്നത്. ഒരു മുട്ടയെടുത്ത് അതിൻ്റെ ഉണ്ണി നമ്മുടെ കിഴങ്ങ് മിക്സിൻ്റെ കൂടെ ചേർക്കാം. വെള്ളം മാറ്റി വെക്കാം. മുട്ടയുടെ വെള്ള ഫോർക്ക് കൊണ്ടൊന്ന് അടിച്ച് വെക്കണം. ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ച് ഫ്രൈ ചെയ്ത് വെച്ചതായിട്ട് ഒന്ന് തണുത്ത ഇറച്ചി മിക്സ് ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ എടുത്ത് എല്ലാം ഈ ഷേപ്പിൽ എടുക്കാം. ഇങ്ങനെ ഉരുട്ടിയ മീറ്റ് ബോൾസ് ഓരോന്നും മുട്ടയുടെ വെള്ളയിൽ മുക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നും ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം, നല്ലോണം പ്രസ് ചെയ്ത് വേണം റോൾ ചെയ്തെടുക്കാൻ. അന്നേരം ആ കട്ട്ലേറ്റ് പൊട്ടിപ്പോകത്തില്ല. ഫ്രൈ ചെയ്യും. കട്ട്ലെറ്റ്സ് എല്ലാം റെഡിയാണ്. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്ത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് കട്ട്ലറ്റ് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ 2 വശവും ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഫ്രൈഡ് കട്ട്ലെറ്റ്സ് റോൾസിൻ്റെ കൂടെ യൂസ് ചെയ്യാം, സാൻഡ്വിച്ചിൻ്റെ കൂടെ യൂസ് ചെയ്യാം, ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം, സാലഡ്സ് വെച്ച് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായത്. പ്ലീസ് ഡു ട്രൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.